മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 23:5 നമുക്ക് ധ്യാനിക്കാം. Psalm chapter 23 verse 5. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ദൈവശബ്ദം ശ്രവിച്ച് അതിനനുസൃതമായി ജീവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ശത്രുക്കളുണ്ട്. സ്വന്തമായ അഭിപ്രായം ഒന്നുമില്ലാത്തവർക്ക് മാത്രമേ ശത്രുക്കളില്ലാതിരിക്കൂ. നമ്മുടെ കർത്താവിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു. നസ്രത്തിലെ സിനഗോഗിൽ വന്നു കൂടിയവർ തന്നെ മലയിൽ നിന്ന് തള്ളിയിടുവാനോ ഒരുങ്ങി. പുരുഷന്മാരും സദുക്കായരും പുരോഹിതരും മാത്രമല്ല, സ്വന്തം സഹോദരങ്ങൾ പോലും ശത്രുക്കളായിരുന്നു. എന്നാൽ ഈശോ അവരെ പറ്റി ചിന്തിച്ച് ആത്മതപനം ചെയ്യുകയും അതേപ്പറ്റി വ്യസനിക്കുകയും ചെയ്തില്ല. തന്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതനായിരുന്നു. ശത്രുക്കളെ ഇല്ലാതാക്കുകയല്ല, അവരുടെ മുൻപിൽ ദൈവം നമുക്കായി മേശ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നീതിമാന് വിരോധമായി ദുഷ്ടന്മാർ കൂടുകൂട്ടുന്നു. എങ്കിലും യഹോവ അവന് ഗോപുരമാകുന്നു. എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും ദൈവം എന്നെ ചേർത്തുകൊള്ളുന്നു. ദൈവം തന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. തന്നെ ശരണമാക്കുന്ന എല്ലാവർക്കും അവൻ പരിചയമാകും. ഈ ബൈബിൾ ഭാഗങ്ങൾ ശത്രുക്കളില്ലാത്ത ജീവിതത്തെ അല്ല, ശത്രുക്കളുടെ ഇടയിലൂടെ ആപത്തുകളെ നടത്തുന്ന ദൈവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആകുലപ്പെടരുത്. ശത്രുക്കൾ വർദ്ധിച്ചാൽ ഭയപ്പെടരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാമെന്ന് വ്യാമോഹിക്കരുത്. ശത്രുക്കളുടെ മധ്യത്തിൽ ജീവിക്കാനുള്ള ധീരത തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ ജീവിതം ശത്രുക്കളില്ലാത്ത ജീവിതമല്ല. ദൈവത്തെ നോക്കി ധീരമായി ജീവിക്കുകയാണ്. ശത്രുക്കൾ അവരെ വഴിക്ക് പോകട്ടെ, ഞാൻ എന്റെ കർത്താവിന്റേതാണെന്ന ബോധ്യത്തോടെ ധീരതയോടെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോ എന്നെ പരിപാലിക്കും, എന്നെ സംരക്ഷിക്കും എന്നുള്ളതിന് സംശയമില്ല. തളരാതെ പതറാതെ ഈശോയുള്ള വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ, നന്മയിൽ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായി ചുമന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.